Hello all. We have to say something to our management. Mr. Abhik Chatterjee, Nikhil and Carol Neskinkis. I think you guys are thinking in every match day, fans are coming from Kochi only. Then your thinking is absolutely wrong. Because see, even I didn't get any time or something for preparing this video also. Because after the last match, I reached in my home today morning 3 o'clock. I went for match yesterday morning 11 o'clock from my home. For my club, I spent yesterday more than 60 hours, 16 hours. In every match day, I want to travel more than 120 kilometers. We just think how struggle we are. How struggle we are. Just think it. But we are loving this struggle. Sometimes we are struggling for trains. Sometimes we are struggling for food. We are struggling for money. Whatever. But we are still there. In gallery. In East Gallery. Not only me. I know a lot of fans from Kerala's several sides. I know some people from Trivandrum, Kollam, Thrissur, Kozhikode, Malappuram, Kasaragod, Kannur, Idukki. I know. They are also coming every match day in our home stadium. They are also struggling this kind of things. Then you guys please tell us, we are deserving this kind of a team. We are deserving something good. We need points, we need wins, we need good games. We are not deserving like this, man. We are not deserving like this. We are deserving something better. At least we need one trophy. In every year we have 3 competitions. ISL we have, Durand Cup we have, Super Cup we have, but we didn't win a single trophy. You don't know, guys, in Bangalore or Goa, somewhere, how they are treating us, how their fans treating in Kerala Blasters fans. A lot of time we cried. It's very painful. I think we are going to relegate in this year. We are going to relegate. These fans are not deserving this. Please help us. Do your job properly or leave this club. Please. Do for this your fans. Do for this fans. That's it. അപ്പോൾ നമുക്ക് മാനേജ്മെന്റിനോട് പറയാനുള്ള കാര്യങ്ങൾ ഇതായിരുന്നു. ഞാനത് ഇംഗ്ലീഷിൽ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല. ഇംഗ്ലീഷ് ഒന്നും അത്ര ഓക്കെ അല്ല, അടിപൊളിയല്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും അവർക്ക് ഇത് മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വെറുതെ വന്ന് മലയാളത്തിലിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് ചിലപ്പോൾ നമ്മളെ ഫോളോ ചെയ്യുന്ന ആളുകളോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളുകളോ മാത്രം കേട്ടത് കൊണ്ടും കാര്യമില്ല. എനിക്ക് വീഡിയോ കുറച്ച് പേര് കാണും അല്ലെങ്കിൽ കുറച്ച് വ്യൂസ് കിട്ടും എന്നുള്ളതല്ലാതെ നമ്മുടെ ടീമിനോ നമ്മൾക്കും അതുകൊണ്ട് എന്തെങ്കിലും ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ അതുകൊണ്ടാണ് മാനേജ്മെന്റ് കേൾക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിൽ അവരുടെ ചെവിയിൽ എത്തുകയാണെങ്കിൽ, സോ ഞാൻ മാത്രമല്ല, എല്ലാ ആളുകളും ഇതേപോലെ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നിങ്ങൾക്ക് പറയാനുള്ളത്, സോ നിങ്ങളുടെ ഗ്രാമറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷോ ഒന്നും ഓക്കെ അല്ലായിരിക്കാം, പക്ഷെ എന്നാലും നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാനേജ്മെന്റിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. സോ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു മാനേജ്മെന്റിനോട്. സോ ഇനി നമുക്ക് നമ്മുടെ മാച്ചിലേക്ക് പോവാം. മാച്ചിലേക്ക് പോവുകയാണെങ്കിൽ എന്തായിരുന്നു ഇന്നലത്തെ കളി? ആഹാ, അടിപൊളി. സോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീട്ടിൽ വന്ന് ഒന്ന് കിടന്ന് ഉറങ്ങി, ഒന്ന് എണീറ്റ് ഒന്ന് സെറ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പൊ ഞാൻ അതിന്റെ ഇടയിൽ ഒന്ന് എണീറ്റ സമയത്ത് ഞാൻ ഇൻസ്റ്റ തുറന്നിട്ട് ഒന്നൊന്ന് ചകഞ്ഞപ്പോഴൊക്കെ മുഴുവൻ ട്രോൾസ് ആണ്. മുഴുവൻ ട്രോൾസ് ഇങ്ങനെ വന്ന് നിറഞ്ഞിരിക്കുകയാണ്.
സോ ഈ ട്രോള് ചെയ്യുന്ന ആളുകളോട് പറയാനുള്ളത് ടീമിന്റെയും ക്ലബിന്റെയും അവസ്ഥയെ പറ്റി അല്ലെങ്കിൽ ഫാൻസിന്റെ അവസ്ഥയെ പറ്റിയെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കണം എന്നുള്ള കാര്യമുണ്ട്. കാരണം ഈ ട്രോൾസ് ഒന്നും കാണാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലൊന്നും അല്ല ഇവിടുത്തെ ഫാൻസ് ആയാലും ഒക്കെ ഉള്ളത്. അപ്പോ ഈ പറയുന്ന നിങ്ങളും ബ്ലാസ്റ്റേഴ്സിന്റെ ഫാൻസ് ആണ് എന്നുള്ള കാര്യം എനിക്കറിയാം. നിങ്ങളും ഡൈ ഹാർട്ട് കോർ ഫാൻസ് ആണ്. നിങ്ങൾ ഈ ട്രോളുകൾ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് മാനേജ്മെന്റിനെ ഇളക്കാൻ ആണ് എന്നുണ്ടെങ്കിൽ സോ മാനേജ്മെന്റിനെ ട്രോളൂ. നിങ്ങൾ ഈ ടീമിനെ ട്രോൾ എന്നതിന്റെ കാര്യം എന്താണ്, പ്ലേയേഴ്സിനെ ട്രോൾ എന്നതിന്റെ കാര്യം എന്താണ് എന്നുള്ളതാണ്. അപ്പോ അത് എന്തെങ്കിലും ആട്ടോ ഓരോരുത്തരുടെ ചിന്ത. ചില പോസ്റ്ററൊക്കെ ഞാൻ കണ്ടു, ബ്ലാസ്റ്റേഴ്സ് വീണ്ടും പൊട്ടി, 3 നില പൊട്ടി, 3 കിട്ടി, എന്നിട്ട് പ്ലേയേഴ്സിന്റെ ഫോട്ടോ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു. സോ അതൊക്കെ വിടൂ. ഓക്കെ, നമ്മൾ ജസ്റ്റ് രാവിലെ അത് കണ്ടപ്പോൾ അതേപറ്റി സംസാരിച്ചു എന്നേ ഉള്ളൂ. സോ നമ്മള് ഇന്നലത്തെ മാച്ച് എക്സ്പീരിയൻസിലേക്ക് അല്ലെങ്കിൽ മാച്ച് ഡേയിലേക്ക് വരികയാണെങ്കിൽ, കളിയെ പറ്റിയിട്ട് പറയാനാണെങ്കിൽ എനിക്ക് പോസിറ്റീവായിട്ട് ഇന്നലെ തോന്നിയ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് മാർലോൺ റൂസ് മാത്രമായിരുന്നു. ആ നമ്പർ 10 ജേഴ്സിയുടെ കൂറ് ആള് പല സ്ഥലങ്ങളിലും കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. പാവം, ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ്. പിന്നീട് ഒരു പോസിറ്റീവ് സാധനം പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. ഡേവിഡ് കാറ്റ്ല, ഞാൻ ഇത്രയും നാളും ആളിനെ ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു. കാരണം പുള്ളി ഇങ്ങനെ ഒരു ടീമിനെ വെച്ചിട്ട് എന്ത് ചെയ്യാനാണ് എന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ പുള്ളി ഇന്നലെ ഒത്തിരി മണ്ടത്തരങ്ങൾ കാണിച്ചു. ആകെയും പോകെയും വൃത്തിക്കൊന്ന് ടച്ച് ചെയ്തുകൊണ്ടിരുന്ന വിപിൻ മോഹനെ അങ്ങ് വലിച്ചു. ഈ ക്യാപ്റ്റൻ ആംബാൻഡ് ഒക്കെ എന്തിനാണ് ഈ ഡാനിഷ് ഫറൂഖിന് കൊടുത്തിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഈ ഡാനിഷ് ഫറൂഖിനെ എന്തിന് കളിപ്പിക്കുന്നു എന്ന് പോലും മനസ്സിലാവുന്നില്ല. അതും ഡാനിഷിനെ ഗ്രൗണ്ടിൽ നിർത്തിക്കൊണ്ട് വിപിനെ അങ്ങ് കൊണ്ടുപോയി. പിന്നെ നമ്മുടെ പുതിയ ഗോൾ കീപ്പർ ആർഷ്, സച്ചിന് എന്തോ പറ്റാതെ ഇരുന്നപ്പോ ഒരു സ്റ്റേ കൊണ്ട് നിർത്തിയതാണ്. ഒരു പെനാൽറ്റി സേവ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ പിടിച്ചങ്ങ് നടത്തിക്കൊടുത്ത്. യവനെപ്പോലൊരു ഓവർ കോൺഫിഡന്റ് ഗോൾ കീപ്പർ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇന്നലെ എന്തോയിരുന്നു, പുള്ളി നടുക്കൊക്കെ വന്ന് നിൽക്കുന്നു. ഇയാളായി മാനുവൽ നോയറോ? നടുക്കൊക്കെ വന്ന് നിൽക്കുന്നു, വൻ ഷോ ഓഫ് കാണിക്കുന്നു. പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് കണ്ടാൽ തോന്നും ഒരു മനുഷ്യനെ ആ പോസ്റ്റിന്റെ അകത്തോട്ട് കേറ്റാത്ത ആ ഒരു രീതി നിൽക്കുക. എന്ത് 3 ഗോളൊക്കെ വാങ്ങിയിട്ട് നിൽക്കുക ഈ വെടല. അവന്റെ ആറ്റിറ്റ്യൂഡ് മാത്രമാണ് ഇന്നലെ നമ്മുടെ കളി തോപ്പിച്ചത്. സിമ്പിൾ ആയിട്ട് പറയാമല്ലോ. ഇന്നലെ ഫസ്റ്റ് ഗോള് അവൻ ആദ്യം ഒരെണ്ണം അഡ്വാൻസ് ഓടി വന്നത്, അങ്ങനെ ഓടി വരേണ്ട ഒരു കാര്യമില്ല, അത് എങ്ങനെയോ സേഫായി, അവന്റെ ദേഹത്ത് എവിടെയോ കൊണ്ടത് സേഫായി. രണ്ടാമത് വീണ്ടും വന്നു, സിമ്പിൾ ആയിട്ട് ഗോൾ ഇട്ടു. രണ്ടാമത്തെ ഗോള് ആ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ആദ്യം ഒരു സെക്കൻഡ് ഇങ്ങനെ ഒന്ന് പുള്ളി ഹോൾഡ് ചെയ്യുന്നുണ്ട്, ചാടണോ വേണ്ടായോ നോക്കിയിട്ട്, എന്നിട്ട് ചാടുന്നു. അപ്പോഴത്തേക്ക് ഗോള് കയറി. അപ്പൊ ഇതായിരുന്നു അവസ്ഥ. ഇന്നലെ സത്യം പറഞ്ഞാൽ ലോങ് റേഞ്ച് ഒക്കെ ചെയ്യാൻ അറിയാവുന്ന ഏതെങ്കിലും പ്ലേയേഴ്സ് ഒക്കെ പഞ്ചാബിന് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അവൻ ആ നടുക്കൊക്കെ നിന്ന സമയത്തൊക്കെ ലോങ് റേഞ്ച് ഒക്കെ അടിച്ച് ആ പോസ്റ്റിനകത്ത് ഇടാൻ സിമ്പിൾ ആയിട്ട് പറ്റുമായിരുന്നു. അവന് ഒരു പൊസിഷനിങ്ങും ഇല്ലാതെ വെറുതെ വാല കോല എന്നുള്ള മട്ടിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ ഡേവിഡ് കാറ്റ്ല എന്തൊക്കെയാ കാണിച്ചത്. പിന്നെ ഫോളിനെ കൊണ്ടുവന്നിട്ട് പിന്നെ ഫോർവേഡ് കളിപ്പിക്കുന്നു. എന്തൊന്ന് പഞ്ചായത്ത് മേളയോ അത് നാടൻ സെവൻസോ എനിക്കറിയില്ല. ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ മാച്ചിലേക്ക് പോയി കഴിഞ്ഞാൽ പറയത്തക്ക വിധം നെഗറ്റീവ്സ് മാത്രമാണ്. ഇന്നലെ ഹോർമിയുടെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് മിസ് പാസുകൾ കാര്യങ്ങൾ. പിന്നെ ജയ്, അത് മറ്റേ വിക്ടർ പോലെ തന്നെ മറ്റൊരു സാധനം. പിന്നെ ഇന്നലെ യോക്കിന് ചാൻസസ് ഉണ്ടായിരുന്നു. യോക്കിന് ഒരു ലെഫ്റ്റ് ഫൂട്ടർ ഒരു സാധനം ഷൂട്ട് ചെയ്യേണ്ടത് വന്നത് അപ്പൊ യോക്കിനെ ഇടത്തേക്കാലേ അടിക്കാൻ അറിയില്ല. ഉടനെ അതെടുത്ത് വലത്തേക്കാലിലാക്കാൻ പോകുന്നു. ആ സമയം കൊണ്ട് അവന്മാര് വന്ന് ബോൾ തട്ടിക്കളയുന്നു. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള കുറെ പ്രശ്നങ്ങള് കാര്യങ്ങള്. പിന്നെ നമ്മുടെ ഗാലറി ഇന്നലെ ഇല്ലായിരുന്നു. ഗാലറി എന്ന് പറഞ്ഞാൽ ഇന്നലെ ചാൻഡിങ് ഇല്ലായിരുന്നു, പ്രതിഷേധമായിരുന്നു. പ്രതിഷേധം എന്താ പറയാ, ഇപ്പോ അതേ പറ്റിയിട്ട് നമ്മൾ പലതവണ സംസാരിച്ചതാണ്, എന്നാലും പിന്നെയും സംസാരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഈ പ്രതിഷേധം റൈറ്റ് വേ ആണോ എന്നുള്ളതാണ് എന്റെ ഒരു സംശയം. കാരണം ഞാൻ പല വീഡിയോസിലും ഇതിനു മുമ്പുള്ള വീഡിയോസിലും പറഞ്ഞു, സോ നമ്മൾ പ്ലേയേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ പ്രൊട്ടസ്റ്റുകൾ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പക്ഷെ അത് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രൊട്ടസ്റ്റിംഗ് സ്റ്റൈല് ഓക്കെ അല്ല എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം ഇന്നലെ ടീം, ഇപ്പൊ പഞ്ചാബ് എഫ് സിയുടെ ടീം ഗ്രൗണ്ടിലേക്ക് വരുന്നു, നോക്കുമ്പോൾ അനക്കമില്ലാത്ത സ്റ്റേഡിയം, ഈസ്റ്റ് ഗാലറി ഒക്കെ മരിച്ചു കിടക്കുന്നു. സോ അപ്പോൾ തന്നെ അവരൊരു 50% ചാർജായി. അതേസമയം അവിടേക്ക് തന്നെ ഇറങ്ങി വരുന്ന നമ്മുടെ ടീം നോക്കുമ്പോൾ ഗാലറി ചത്ത് കിടക്കുന്നു, ആളില്ല, അല്ലെങ്കിൽ നമ്മൾ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ചാൻഡിങ് ഇല്ല, ഒന്നുമില്ല. സോ അവര് നേരെ 50% അവർ ഡൗൺ ആവുകയാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ പഞ്ചാബ് എഫ് സിക്ക് ഒരു ഭയങ്കര അഡ്വാൻറ്റേജ് ആയിരുന്നു. അവരെ സംബന്ധിച്ച് കൂളായിട്ട് സിമ്പിൾ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു ഗാലറി അല്ലെങ്കിൽ ഒരു എവേ മത്സരം അവർക്ക് ഉണ്ടാവുന്നു, അവർ അതിന്റെ പോസിറ്റീവില് കളിക്കുന്നു. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയ
ആ ഒരു നെഗറ്റീവ് അവര് യൂസ് ചെയ്യുന്നു. ആദ്യം തന്നെ അവർ ഗോൾ, ഫസ്റ്റ് ഹാഫിൽ തന്നെ അവർ 3 ഗോൾ ഇട്ടില്ലേ. അപ്പോ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം പ്ലേയേഴ്സിനെ തളർത്തുന്ന രീതിക്കാണ് നമ്മുടെ പ്രൊട്ടസ്റ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ പ്രൊട്ടസ്റ്റ് മാനേജ്മെന്റിന് ഒരു രീതിയിൽ ഏൽക്കുന്നില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റേഡിയത്തിൽ കയറേണ്ട, സ്റ്റേഡിയത്തിൽ കയറി പ്ലേയേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്യേണ്ട ഈ രീതിയിൽ എന്തിനായിരിക്കുന്നത്? നമുക്ക് സ്റ്റേഡിയത്തിന് വെളിയിൽ പ്രൊട്ടസ്റ്റ് ചെയ്യാം, ബാനറൊക്കെ അകത്ത് കയറ്റാനല്ലേ ഉള്ളൂ പ്രശ്നം. നമുക്ക് പുറത്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാം, അറ്റൻഷൻ കിട്ടും, ചാനൽസ് കവർ ചെയ്യും, യൂട്യൂബ് ചാനൽസ് കവർ ചെയ്യും, എന്തൊക്കെ രീതിയിൽ അറ്റൻഷൻ നമുക്ക് കിട്ടും. പക്ഷെ ഇത് അതിനൊന്നും നമ്മുടെ ഫാൻസ് വിങ്ങുകളൊന്നും തയ്യാറല്ല. നമ്മളിപ്പം ഈവൻ നമ്മൾ നോക്കുക, ചെൽസിയുടെ അവസ്ഥ ഇപ്പൊ നോക്കുക. ചെൽസി കഴിഞ്ഞ വർഷം അവര് കോൺഫറൻസ് ലീഗ് അടിച്ചു, അതേപോലെ ക്ലബ് വേൾഡ് കപ്പ് ഒക്കെ അടിച്ച ടീം. അവർക്ക് സംഭവിച്ചത്, അവർ വിചാരിച്ചു ഈ വർഷം അവർ പ്രീമിയർ ലീഗ് അടിക്കും എന്ന് വിചാരിച്ചിരുന്നെടുത്തു നിന്ന് അവർക്ക് കുറെ പരിക്കും കാര്യങ്ങളൊക്കെ വന്ന് ടീം നേരെ താഴേക്ക് അവിടെ 5ാം സ്ഥാനത്തുണ്ട്. പോയപ്പോ അവര് ഫാൻസ് പ്രതിഷേധിക്കാൻ തുടങ്ങി. എങ്ങനെ അവര് വന്ന് സ്റ്റേഡിയത്തിൽ ഒന്ന് മിണ്ടാതിരിക്കുകയോ കളി കാണാൻ കയറാതിരിക്കുകയോ ഒന്നും അല്ല, അവിടെ ചാൻഡിങ് നടക്കുന്നുണ്ട്, സ്റ്റേഡിയം ഫില്ലാണ്. പക്ഷെ അവര് അതിരൂക്ഷമായിട്ട് അവര് മാനേജ്മെന്റിനെതിരെ പ്രതിഷേധിക്കുന്നു. പ്ലക്കാർഡുകൾ പിടിച്ചുകൊണ്ടും ബാനേഴ്സ് നിരത്തിക്കൊണ്ടും സ്റ്റേഡിയത്തിന് മുന്നിലും റോഡിലും ഒക്കെ ആയിട്ട് പ്രതിഷേധിക്കുന്നു. ഈ മാനേജ്മെന്റിനെതിരെ പ്രതിഷേധിക്കേണ്ടത് അങ്ങനെയാണ്. പ്രമുഖനായിട്ടുള്ള നമ്മുടെ മലയാളം യൂട്യൂബ് ചാനൽ ഒരു പുള്ളിക്കാരനുണ്ട്. അപ്പൊ പുള്ളിയുടെ ഒരു വീഡിയോയിൽ ഞാൻ കേട്ടു, ക്ലബ്ബ് നമ്മുടേതാണ്, ചെൽസി നമ്മുടേതാണ്, ക്ലബ്ബ് നമ്മുടേതാണ്, അവരുടേതല്ല. അതായത് മാനേജ്മെന്റിന്റെ കാര്യമാണ് പറയുന്നത്. മാനേജ്മെന്റ് അവരുടേതല്ല ക്ലബ്ബ്. അപ്പൊ അവരോട് പോകാൻ പറയൂ, അവരോട് ഇറങ്ങി പോകാൻ പറ. ക്ലബ്ബ് ഞങ്ങളുടെയാ, ക്ലബ്ബ് ഇവിടെ വെച്ചിട്ട് നിങ്ങൾ ഇറങ്ങി പോ എന്നുള്ള സാധനമാണ് പറയുന്നത്. അപ്പം മാനേജ്മെന്റിനോടാണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്യേണ്ടത്, മാനേജ്മെന്റിനോടാണ് നമ്മൾ പ്രതിഷേധിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ടീമിനോടോ പ്ലേയേഴ്സിനോടോ പ്രതിഷേധിച്ചത് കൊണ്ട് യാതൊരു കാര്യം. സത്യം പറഞ്ഞാൽ ഇന്നലെ മാർലോന്റെ ആ പോക്ക കാണാൻ എനിക്ക് ഭയങ്കര വിഷമം വന്നു. ആൾ ഇന്നലെ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്പർ 10 എന്ന ആ ജേഴ്സിയുടെ കൂറ് പുള്ളി കുറെ കാണിക്കുന്നുണ്ടായിരുന്നു. കാരണം പുള്ളിന്റെ കൂടെ കളിക്കാൻ വേറെ ആരും ഇല്ല എന്നുള്ളത് സത്യമാണ്. കാത്തലിക് വിപിനും മാർലോനെയും വെച്ചിട്ട് ഒരു കോംബോ ഒക്കെ സെറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൂടെ? ഡാനിഷ് ഫറൂഖിനെ തൂക്കിയെടുത്ത ബെഞ്ചിലിരുത്തിയാൽ തന്നെ പകുതി പ്രശ്നം തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നോക്കുമ്പോൾ പ്ലേയേഴ്സ് ഇപ്പം ഉണ്ട്. നമുക്ക് അക്സല്, അതേപോലെ എബിൻ, വിപിൻ, മാർലോൺ, ഈ 4 പേരെയൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല കോംബോ സെറ്റ് ചെയ്യാന്നുള്ളത്. എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഈ ഒഡീഷ ഒക്കെ വൃത്തിയായിട്ട് കളിക്കുന്നുണ്ട്. ഇപ്പൊ മുഴുവൻ ഇന്ത്യൻ പ്ലേയേഴ്സ് ആണ്. സോ അവര് മാനേജർ ആക്കിയിരിക്കുന്നത് നമ്മുടെ പുരുഷോത്തമകാരുവിനെയാണ് മാനേജർ ആക്കിയിരിക്കുന്നത്. സോ അതൊരു ആബ്സല്യൂട്ട്ലി അടിപൊളിയായിട്ടുള്ള ഒരു അപ്പോയിന്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം പുരുഷോത്തമൻ ഒക്കെ വേണമെങ്കിൽ ഈ ഒരു ചെറിയ ടീമിനെയൊക്കെ വെച്ച് ബിൽഡ് ചെയ്യാനുള്ള ഒരു ടാലന്റ് ഒക്കെ പുള്ളിക്കുണ്ട്. പക്ഷെ കാറ്റലയുടെ കേസ് അതായിരിക്കില്ല. കാറ്റലയ്ക്ക് പുള്ളിക്ക് ആവശ്യമുള്ള വലിയ പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലേ ഒരു ടീം ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളായിരിക്കും. സോ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാറ്റലനെ കൊണ്ട് നടക്കുന്നത്. ഇനിയിപ്പോ വലിയ ടീമിനെ കൊണ്ട് കൊടുത്താലും കാറ്റല എന്ത് കാണിക്കും നമുക്ക് അറിയത്തില്ല. കാറ്റലനെ പറ്റിയിട്ട് നമുക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പോ നമുക്കിവിടെ പ്രതിഷേധിക്കേണ്ടത് മാനേജ്മെന്റിനെതിരെയാണ്. മാനേജ്മെന്റിനോട് പ്രതിഷേധം കാണിക്കുക. അല്ലാതെ നമ്മൾ പ്ലേയേഴ്സിനോട് പ്രതിഷേധിച്ചിട്ട് പ്ലേയേഴ്സിന്റെ അടുത്ത് പ്രതിഷേധം കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ സമയം കളയാമെന്നല്ലാതെ മാനേജ്മെന്റ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മാനേജ്മെന്റിന് കൊള്ളുന്ന രീതിയിൽ പ്രതിഷേധിക്കണം. സോ നമ്മുടെ സിഇഒയോ അല്ലെങ്കിൽ നമ്മളുടെ ഓണറോ നമ്മളുടെ സ്പോർട്ടിംഗ് ഡയറക്ടറോ ഒക്കെ സ്റ്റേഡിയത്തിൽ വരാറുണ്ട്. സോ അവര് പോകുന്ന സമയം അവരുടെ വണ്ടി നമ്മൾ തടയണം. അവരുടെ വണ്ടിക്ക് വട്ടം നിൽക്കണം. പ്ലക്കാർഡുകളും മുദ്രാവാക്യങ്ങളുമായിട്ട് അവരുടെ വണ്ടിക്ക് വട്ടം കയറണം. വിടരുത്. സ്റ്റേഡിയത്തിന് മുന്നിൽ പിടിച്ചു നിർത്തണം. അവരെ പേടിപ്പിക്കണം, ഭയപ്പെടുത്തണം. ആ രീതിയിലേക്ക് നമ്മുടെ പ്രൊട്ടസ്റ്റ് പോകണം. അല്ലാതെ നമ്മൾ ഗാലറിയിൽ ഇരുന്നുകൊണ്ട് മറ്റേ ഉപ്പ് സത്യാഗ്രഹം കളിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഒരു കാര്യവുമില്ല. നമ്മൾ റോഡിൽ ഇറങ്ങി പ്രതിഷേധിച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു അറുതി വരൂ. നമ്മൾ ഒരിക്കലും ഡിസേർവ് ചെയ്യുന്നില്ല ഇങ്ങനെ ഒരു ടീമിനെ. നമ്മളെപ്പോലൊരു ഫാൻസ് ഡിസേർവ് ചെയ്യുന്ന ടീമോ കളിയോ അല്ല ഇത്. നമുക്ക് ഡിസേർവിംഗ് ആയിട്ടുള്ള ടീം വേണം, ഡിസേർവിംഗ് ആയിട്ടുള്ള റിസൾട്ട് വേണം. അതിനു വേണ്ടിയിട്ട് ഉപ്പും കുറുക്കി ഇരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. താങ്ക് യു.